തുടങ്ങി വിരൽ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പിടിക്കുന്ന സമയത്ത് പറ്റുന്നില്ല, നഖം വെട്ടാൻ പറ്റുന്നില്ല, ബട്ടൺസ് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതൊന്നും വലിയ കാര്യമാക്കിയിരുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ നേരിട്ടൊന്ന് പോയിട്ട് മത്സരങ്ങളൊന്ന് കാണുക, പ്രത്യേകിച്ചും അത്ലറ്റിക്സ് മത്സരങ്ങൾ. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള, ഏറ്റവും അധികം കഴിവ് തെളിയിച്ചിട്ടുള്ള ഓട്ടക്കാർ അവരുടെ മാറ്റുരയ്ക്കുന്ന ഒരു സമയമാണ്. എന്തൊരു എനർജി ആയിരിക്കും, എന്തൊരു വൈബ്രേഷൻ ആയിരിക്കും ആ സ്റ്റേഡിയത്തിൻ്റെ അകത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു മത്സരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1992 ബാഴ്സലോണയിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് ആണ്. അവിടെ എറിക് റെഡ്മണ്ട് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറുപ്പക്കാരന് മത്സരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹം ഏകദേശം മെഡൽ ഉറപ്പിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം 1ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു തടസ്സം വന്നത്. അദ്ദേഹത്തിൻ്റെ കാലിലെ മസിൽ പിടിച്ചു, മുന്നോട്ട് ഓടാൻ പറ്റിയില്ല. അദ്ദേഹം അവിടെ ഇരുന്ന് പോയി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ അവിടെ കിടന്നാൽ മതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ടീം വന്നിട്ട്, അല്ലെങ്കിൽ ഒളിമ്പിക്സിൻ്റെ മെഡിക്കൽ ടീം വന്നിട്ട് അദ്ദേഹത്തിനെ എടുത്തുകൊണ്ട് ഒരു ട്രെച്ചറി എടുത്തുകൊണ്ട് പോയേനെ. പക്ഷേ അദ്ദേഹം വേറൊരു തീരുമാനമാണ് എടുത്തത്. തുടങ്ങിയ റേസ് എന്തായാലും പൂർത്തീകരിക്കും, ഇത് പൂർത്തീകരിച്ചിട്ടേ ഞാൻ പുറകിലേക്ക് പോകും എന്നുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തത്. അങ്ങനെ സഹിക്കാൻ വയ്യാത്ത വേദന എന്ന് പറഞ്ഞാൽ അത് ശാരീരികം മാത്രമല്ല, മാനസികമായിട്ടുള്ള വേദനയുമാണ്. എത്ര നാളത്തെ പരിശ്രമമാണ് ഫലം കാണാതെ പോകുന്നത്. പക്ഷേ അദ്ദേഹം മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറാകുകയാണ്. ആ കാലിനുള്ള ഭയങ്കരമായിട്ടുള്ള വേദന, മാനസികമായിട്ടുള്ള വേദന. പക്ഷേ ഈ റേസ് എനിക്ക് ഫിനിഷ് ചെയ്യണം, ഞാൻ തുടങ്ങി വെച്ചത് എനിക്ക് അവസാനിപ്പിക്കണം ഉള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കൂട്ടത്തിനെയൊക്കെ തള്ളി മാറ്റിയിട്ട് ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. അത് അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു. മോൻ്റെ ഈ വിഷമം കണ്ടിട്ട് അച്ഛന് സഹിക്കുന്നില്ല. അപ്പോൾ അച്ഛൻ വന്നിട്ട് ഈ മോനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കുകയാണ്, മോനെ നിനക്കത് ചെയ്യണോ, ഈ വേദനയും പിടിച്ചുകൊണ്ട് നിനക്ക് ഓടണോ? അപ്പം മോൻ പറയുകയാണ്, എനിക്കിത് ചെയ്തേ തീരുവച്ച, എനിക്ക് റേസ് എനിക്ക് പൂർത്തിയാക്കണം. അപ്പം അച്ഛൻ മോനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, എന്നാൽ നമുക്കിത് ഒരുമിച്ച് ഫിനിഷ് ചെയ്യാമെന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ആ റേസ് പൂർത്തിയാക്കുകയാണ് ചെയ്തത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന 65,000 കാണികൾ, അത് മുഴുവൻ ആൾക്കാരും പൂർണ്ണ ഹൃദയത്തോടു കൂടിയിട്ട് എഴുന്നേറ്റിരുന്ന കൈയടിച്ചത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്. അന്നത്തെ ദിവസത്തെ ഹീറോ ഇദ്ദേഹമായിരുന്നു, എറിക് റെഡ്മണ്ട്. അപ്പോൾ ഇദ്ദേഹം വീഴുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇതേപോലെയാണ് നമ്മളും ജീവിതത്തിൽ വീഴുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഈശ്വരൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരും, നമ്മളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ സുഹൃത്തായിട്ടായിരിക്കും, നിങ്ങളുടെ ഭാര്യയായിട്ടായിരിക്കും, നിങ്ങളുടെ വേറെങ്കിലും പ്രിയപ്പെട്ടവരായിരിക്കും, ചിലപ്പോൾ അപരിചിതരായിട്ടുള്ള ആൾക്കാരായിരിക്കും. എങ്ങനെയായാലും ഈശ്വരൻ വന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുവേണ്ടിയുള്ള ശ്രമം ഇടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഈശ്വരൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാകും. അതിന് യാതൊരു സംശയവും വേണ്ട. ഈശ്വരൻ നിങ്ങളെ വളരെ ആഴത്തിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ശക്തി എല്ലാ സമയത്തും നിങ്ങളോടൊപ്പം ഉണ്ട്, അതിന് യാതൊരു സംശയവും വേണ്ട. ഈ ഒരു വീഡിയോ ഒരുപാട് ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ ഓട്ടത്തിൽ മസിൽ പിടിച്ചതാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെ വീഴ്ചകൾ വരാം. അത് പല രീതിയിലുള്ളതാവാം. നമ്മുടെ ബന്ധങ്ങൾ വേർപെടുന്നതാവാം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വിയോഗമാവാം, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാവാം, ജോലി നഷ്ടപ്പെടുന്നതാവാം, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാവാം. ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് വീഴ്ചകളായിട്ട് വന്നേക്കാം. അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ മുട്ടയെ നോക്കി തന്നെ അറിയാം എത്ര പാടുകളുണ്ട്. പണ്ടൊക്കെ വീടുകളിലൊക്കെ ഓടിക്കളിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും മുട്ടയിൽ കുറേ പാടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ കുട്ടികളോട് ഇൻസ്പിറേഷനായിട്ട് പറയാറുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ജീവിതത്തിൽ ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള കാര്യം എനിക്ക് സ്വപ്നത്തിൽ പോലും അറിയില്ലായിരുന്നു. നമ്മുടെ ജീവിതം അങ്ങനെയാണ്, എല്ലാ സാധ്യതകളും നിറഞ്ഞതാണ്. എപ്പോഴാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എൻ്റെ ശരീരത്തിലും ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാലിലെ ചെറുതായിട്ട് മസിൽ പിടിക്കുന്നു. ആ കാഫിലെ മസിൽ പിടുത്തത്തോടു കൂടിയിട്ടാണ് തുടങ്ങിയത്. പിന്നെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അത് കഴിയുമ്പോൾ പിന്നെ ഹാംസ്ട്രിങ് പിടിക്കാൻ, കാലിലെ മസിൽ പിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ യോഗയുടെ എല്ലാ പോസ്റ്ററുകളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്തൊക്കെ പല ഫിസിഷ്യന്മാരെയും പോയി കണ്ടു. അപ്പോൾ അവരൊക്കെ അവസാനം എല്ലാ ടെസ്റ്റുകളും നടത്തി, ഒരു കുഴപ്പമില്ല, അവസാനം സ്ട്രെസ്സിൻ്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ക്ലാസ് എടുക്കുന്ന ആളാണ്, എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരുടെ ഒരു നിഗമനം അങ്ങനെയായിരുന്നു. അങ്ങനെ 3ഓളം ഫിസിഷ്യന്മാരെ, പ്രസിദ്ധരായിട്ടുള്ളവരെ പോയി കണ്ടു. അവരൊക്കെ അവസാനം പിന്നെ വൈറ്റമിൻ B12, വൈറ്റമിൻ D4 ഇതിൻ്റെയൊക്കെ കുറവാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ 2023, ഇതൊക്കെ 2021 കോവിഡൊക്കെ കഴിയുന്ന ആ സമയത്തെ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞതിന് ശേഷം 2023 ആയപ്പോഴത്തേക്കും എനിക്ക് വിരലുകൾക്കൊക്കെ ബലം കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. വിരൽ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പിടിക്കുന്ന സമയത്ത് പറ്റുന്നില്ല, നഖം വെട്ടാൻ പറ്റുന്നില്ല, ബട്ടൺസ് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതൊന്നും വലിയ കാര്യമാക്കിയിരുന്നില്ല. ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാറ് റോഡിൻ്റെ നടുക്ക് വെച്ച് നിന്നുപോയി, ടൗണിൽ വെച്ചിട്ട്.
അപ്പോൾ അതിൻ്റെ ഇഗ്നിഷൻ കീ തിരിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് കൈക്ക് വിരലിന് ബലം കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് വഴി ബ്ലോക്കായി, എല്ലാവരും തെരുവിളിക്കാൻ തുടങ്ങി. അവസാനം ഞാൻ ഒരു ചേട്ടനെ വിളിച്ചിട്ട് എനിക്ക് അയാളെ കൊണ്ട് അത് തിരിച്ച് ഓൺ ചെയ്യിക്കേണ്ടി വന്നു. അപ്പോഴാണ് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ തലയിലോട്ട് കയറുന്നത്. അങ്ങനെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു. കൂട്ടുകാരൻ ഇതൊരു സ്റ്റുഡൻ്റാണ്, അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചു. അങ്ങനെ ന്യൂറോളജിനെ പോയി കണ്ടു. അങ്ങനെ അവിടെ അഡ്മിറ്റായി 2 ദിവസം ടെസ്റ്റൊക്കെ നടത്തിയിട്ട് നേരെ ശ്രീചിത്രയിലോട്ട് പോകണം പറഞ്ഞു. അങ്ങനെ ശ്രീചിത്രയിൽ 5 ദിവസത്തെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് അവരൊരു രോഗത്തിൻ്റെ പേര് പറഞ്ഞു തന്നു. അത് മസിൽസൊക്കെ സൂക്ഷിക്കുന്ന ഒരു അസുഖമാണ്. അപ്പം അതിന് ശേഷം ഞാനിപ്പോൾ ഒരു 40 പ്രാവശ്യമെങ്കിലും വീണിട്ടുണ്ടാവും. അപ്പോഴൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒറ്റയ്ക്ക് എഴുന്നേക്കാൻ വേണ്ടി പലപ്പോഴും പറ്റാറില്ല. ആരെങ്കിലുമൊക്കെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പം എൻ്റെ യാത്ര കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് വീൽ ചെയറിലാണ്. അതേന്ന് എഴുന്നേൽക്കണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണം. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പിന്മാറാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ റേസ് പൂർത്തിയാക്കിയിട്ടുണ്ടാവും, അതിന് യാതൊരു സംശയവും വേണ്ട. ഞാൻ ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള കാരണം നിങ്ങളുടെ ആരുടെയും വിഷമം ഉണ്ടാകും, ഉറപ്പായിട്ടും. എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ വിഷമം ഉണ്ടാകും. പക്ഷേ നിങ്ങൾ വിഷമിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അല്ലേ? ശരിയല്ലേ? അപ്പം ഞാനിത് പറയാൻ കാര്യം, ഞാൻ ഇപ്പോഴും കുട്ടികളെ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. കുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ എടുത്തുകൊണ്ടുവന്ന് ആ സീറ്റെ കൊണ്ടുവന്ന് ഇരുത്തുന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കുട്ടികളോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയാലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പം ഞാൻ ഉറപ്പായിട്ടും എവിടെ വേണമെങ്കിലും വന്ന് കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്, ലൈവായിട്ട്, ഓൺലൈനിൽ ലൈവായിട്ട്. അവിടെ എത്തിക്കഴിയുമ്പോൾ എന്നെ പടികൾ കയറാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കേണ്ടി വരും. പിന്നെ എന്നെ ചെയറെ കൊണ്ടുപോയി ഇരുത്തേണ്ടി വരും. ഒരു മാക്സ് സ്റ്റാൻഡ് തക്കിയിട്ട് തന്നാൽ മതി. കുറേ സമയത്തേക്ക് അവരുടെ മനസ്സിലേക്ക് പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കും. അതിന് യാതൊരു സംശയമില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മഹാഭാരത യൂട്യൂബിൽ ഒരു വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പം ഈ സോഷ്യൽ മീഡിയകളിലെല്ലാം ഇത്രയും ആക്റ്റീവായിട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വെറുതെ ഇരിക്കേണ്ട, എനിക്ക് ഇങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കാമെങ്കിൽ, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പുഞ്ചിരിച്ച് സംസാരിക്കാമെങ്കിൽ ആർക്കും പറ്റുമെന്നുള്ള ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുക. അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ജീവിതത്തിലെ വീഴ്ചകളുണ്ടാവും, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ളത് അത് ആദ്യം എത്തുമോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ റേസ് നമ്മൾ പൂർത്തിയാക്കണം. അതിന് എത്ര വില കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ മുന്നോട്ട് പോവുക. എൻ്റെ ജീവിതമാണിപ്പോൾ ഞാൻ നിങ്ങൾക്ക് സന്ദേശമായിട്ട് തരാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ കുട്ടികളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ വിളിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലി എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കാം. എൻ്റെ സുഖവിവരം അന്വേഷിക്കാനോ എൻ്റെ അസുഖത്തെക്കുറിച്ച് അന്വേഷിക്കാനോ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അത് ഞാൻ ഡോക്ടർമാരോടാണ് സംസാരിക്കേണ്ടത്. അത് ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷാദമുണ്ട്, ഈ സമയത്തൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. എൻ്റെ വാക്കുകൾ നിങ്ങളെ സഹായിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും കുട്ടികളോടൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലെ ആൾക്കാരെ കൂടുതൽ ഉത്തേജിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. കമൻറ്റ് ബോക്സിൽ എൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കോളുകൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ പിന്തുടരുക, എൻ്റെ ഇൻസ്റ്റയും എൻ്റെ ഫേസ്ബുക്കും ഒന്നൊക്കെ ഒന്ന് പിന്തുടരുക. അതിൻ്റെ എല്ലാ ലിങ്കുകൾ ഞാൻ ഇടുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.